വചനം 2. വാക്കർത്ഥം. ഇന്ന ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു, അൽ ഇൻസാന, മനുഷ്യനെ, മിൻ നുത്ഫത്തിൻ, ഒരു ഇന്ദ്രിയത്തുള്ളിയാൽ അഥവാ ഒരു ബിന്ദുവിൽ നിന്ന്, അംശാജിൻ, മിശ്രമായ കലർപ്പുകളായ, നബ്തലീഹി, നാം അവനെ പരീക്ഷണം ചെയ്തുകൊണ്ട് അഥവാ പരീക്ഷണം ചെയ്യാൻ, ഫജഅൽനാഹു, അങ്ങനെ നാം അവനെ ആക്കി, സമീഅൻ, കേൾക്കുന്നവൻ, ബസീറൻ, കാണുന്നവൻ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. പലതിനാലും മിശ്രമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ നാം പരീക്ഷണം ചെയ്യാനായിട്ട്. അങ്ങനെ നാം അവനെ കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയിരിക്കുന്നു. വചനം 3. വാക്കർത്ഥം. ഇന്ന ഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുത്തു, അസ്സബീല, മാർഗം, ഇമ്മ ഷാക്കിറൻ, ഒന്നുകിൽ നന്ദിയുള്ളവനായിക്കൊണ്ട്, വ ഇമ്മ കഫൂറ, ഒന്നുകിൽ അതല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കൊണ്ട്. ഇന്നാ ഹദൈനാഹു അസ്സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനായിക്കൊണ്ട്, അല്ലാത്ത പക്ഷം നന്ദി കെട്ടവനായിക്കൊണ്ട് അവന് നാം മാർഗം കാട്ടിക്കൊടുത്തിരിക്കുന്നു. 2, 3 വചനങ്ങളുടെ വിശദീകരണം. കേവലം നിസ്സാരമായ ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണല്ലോ മനുഷ്യൻ്റെ ഉത്ഭവം. അതേസമയത്ത് വിവിധ വസ്തുക്കളാൽ മിശ്രമായതത്രേ ആ ബിന്ദു. പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള ബീജാംശങ്ങൾ കലർന്നതെന്ന നിലക്കും, പുരുഷൻ്റേത് കട്ടി കൂടിയതും വെള്ളനിറവും സ്ത്രീയുടേത് നേർത്തതും മഞ്ഞ നിറവും എന്ന നിലക്കും, ശീതോഷ്ണം, വാത, പിത്ത, കഫം ആദിയായ പല പ്രകൃതി വിശേഷതകളോട് കൂടിയതെന്ന നിലക്കും, വർണ്ണരൂപ സ്വഭാവാദികളിൽ പരസ്പരം വ്യത്യാസങ്ങളെന്ന നിലക്കും എന്നുവേണ്ട മറ്റു പല നിലക്കും നോക്കുമ്പോൾ ആ ചെറുബീജം എത്രയോ വസ്തുക്കളുടെയും ഗുണങ്ങളുടെയും മിശ്രമാണെന്ന് കാണാം. ബഹുഗുണങ്ങളടങ്ങിയ പ്രസ്തുത ബീജത്തിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ നന്ദിയുള്ളവനായിരിക്കുമോ അതല്ല നന്ദികെട്ടവനായിരിക്കുമോ എന്ന ഒരു പരീക്ഷണമായിട്ടത്രേ. ഈ പരീക്ഷണത്തിൽ വിജയം നേടുവാൻ വേണ്ടുന്ന ഉപാധികളും അള്ളാഹു അവന് സജ്ജമാക്കി കൊടുത്തിരിക്കുന്നു. കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള വിവേചന ശക്തി അവന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവൻ ചരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായ യഥാർത്ഥ മാർഗം ഇന്നതാണെന്നും ശരിക്കും അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ ആ മാർഗം വിട്ട് വ്യതിചലിച്ചവർ കഠിന ശിക്ഷ അർഹിക്കുന്നുവെന്നത് തികച്ചും നീതിയുക്തമാണല്ലോ. അതേസമയത്ത് മാർഗം മുറുകെ പിടിച്ചവർക്കാകട്ടെ അവൻ വമ്പിച്ച പ്രതിഫലം നൽകുമെന്ന് വാഗ്ദാനവും ചെയ്തിരിക്കുന്നു.